എന്തൊക്കെ ചെറിയ മീശ ഉണ്ടല്ലോ, മീശക്കാരി. ഹലോ എവ്രിവൺ, നമസ്കാരം ടു ഓൾ ഓഫ് യു. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതിസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ കാലത്ത് ഒട്ടേറെ സ്ത്രീകളും ചെറിയ പെൺകുട്ടികൾ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തിനെ പറ്റിയാണ് നമ്മുടെ ഡിസ്കഷൻ. വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കേട്ടുവരുന്ന ഒരു അസുഖമാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇത് തടിച്ച ശരീരപ്രകൃതമുള്ളവർക്ക് മാത്രമാണ് വരുന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കും ഇനി ചെറിയ പെൺകുട്ടികൾക്ക് വരെ ഇത് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇത് ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാക്കുന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രോബ്ലമായിട്ട് കണ്ടുവരുന്നത്. അത് മാത്രമല്ല, ഒട്ടേറെ കോംപ്ലിക്കേഷൻസ് PCOS കറക്റ്റ് ടൈമിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ വരാറുണ്ട്. അതെന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളെന്നും എങ്ങനെ PCOS ഉണ്ടെന്നുള്ളത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം എന്നുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും PCOS അസുഖമുള്ളവർക്ക്. അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ചികിത്സ തേടാനും അതിലൂടെ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ തടയാനും സാധിക്കും. എല്ലാവരുടെ ശരീരവും ഈ സിംറ്റംസ് ഇതേപോലെ കാണിച്ചോളണമെന്നില്ല. ചിലർക്ക് ഒന്നുണ്ടാകും, ചിലർക്ക് മറ്റ് ചില സിംറ്റംസ് ആയിരിക്കും. അപ്പം എല്ലാ ലക്ഷണങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് PCOS ഉണ്ടെന്ന് തിരിച്ചറിയാം, എന്താണ് ലക്ഷണങ്ങൾ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് PCOS ഉള്ള പെൺകുട്ടികളുടെ ശരീരത്തിൽ കാണുന്നത്. അതിലൊന്ന് മാസമുറ അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും, രണ്ടാമത്തത് പെൺകുട്ടികളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടുമ്പോഴുണ്ടാകുന്ന ചില ലക്ഷണങ്ങളുമാണ്. അപ്പോൾ ആദ്യത്തെ പറയുമ്പോൾ അമെനോറിയ അല്ലെങ്കിൽ മെൻസസ് ഇല്ലാതെ വരിക ഒരു 3-4 മാസമൊക്കെ. ചിലർ 6 മാസം 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുക. അത്രയും കാലം മെൻസസ് ഇല്ലാതാകുമ്പോൾ ശ്രദ്ധയപ്പെടുള്ളൂ. പക്ഷേ ഒരു 3-4 മാസമൊക്കെ മെൻസസ് ആവാതിരുന്നാൽ അപ്പം തന്നെ നിങ്ങൾ സംശയിക്കണം. അതുപോലെ തന്നെ ഒലിഗോമെനോറിയ എന്ന് പറയും. സാധാരണ മെൻസസിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർവെൽ ഒരു 28-30 ദിവസമോ അല്ലെങ്കിൽ ഒരു 31-35 വരെ അത്ര ദിവസം ആയിരുന്നെങ്കിൽ അത് PCOS ഉള്ള സ്ത്രീകളിൽ 35-40 ദിവസമോ അതിലും കൂടുതൽ നീണ്ടുപോവുകയോ ചെയ്യും മെൻസസ് തമ്മിലുള്ള ഇൻ്റർവെൽ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട മാസമുറ അനുബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ. ചിലർക്ക് മെൻസസ് ഉള്ള സമയത്ത് ബ്ലഡ് കൂടുതലായി പോകാറുണ്ട്. തടി കൂടുതലുള്ള അല്ലെങ്കിൽ ഒബീസായ പെൺകുട്ടികൾക്കാണ് അങ്ങനെ കാണാറ്. ആദ്യം അമെനോറിയ വരും, അതായത് മാസമുറ ഇല്ലാതെ കുറച്ച് മാസങ്ങൾ അങ്ങനെ പോകും. അതിനുശേഷം അവർക്ക് മെൻസസ് ആകുന്ന സമയത്ത് ബ്ലഡ് കൂടുതലായിട്ട് പോകും. പക്ഷെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള പെൺകുട്ടികളിൽ കൂടുതലും PCOSൻ്റെ ലക്ഷണമായിട്ട് അമെനോറിയ മാത്രമാണ് കാണുന്നത്. അതായത് മാസമുറ തന്നെ ഇല്ലാതെ ആവുന്ന ഒരവസ്ഥ. ഇത് ഉറപ്പായിട്ടും മെലിഞ്ഞവർക്ക് ഇങ്ങനെ വരും, തടിച്ചവർക്ക് ഇങ്ങനെ വരും, അങ്ങനെയല്ല. കൂടുതലും അങ്ങനെയാണ് കണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്ത ലക്ഷണം സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞല്ലോ. സാധാരണ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിലെ അണ്ഡാശയം ഒരു ചെറിയ തോതിൽ മെയിൽ ഹോർമോൺസ് ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോർമൽ ലെവലിലാണ് കാണുന്നത് എങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ PCOS ഉള്ള ലേഡീസിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവരുടെ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം കൂടുതൽ ആൻഡ്രജൻസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോൺസ് നമ്മുടെ ബ്ലഡിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഈ സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷൻ്റെ ശരീരത്തിൽ എന്ന പോലെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കും. മെയിനായിട്ടും 2 തരത്തിലുള്ള മാറ്റങ്ങൾ ശരിക്കും ഒരു പുരുഷ ഹോർമോൺ സ്ത്രീ ശരീരത്തിൽ വന്നാൽ ഉണ്ടാക്കും. അതിന് ഹിർസ്യൂട്ടിസം എന്നും വിറലൈസേഷൻ എന്നൊക്കെ പറയും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അതിൽ ഹിർസ്യൂട്ടിസം ആണ് PCOS ഉള്ള ലേഡീസിൽ കാണുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത് നോക്കാം. അതിൽ ആദ്യത്തേത് ആണുങ്ങളുടെ മുഖത്തും ശരീരത്തിലൊക്കെ കാണുന്ന പോലെ വളരെ കട്ടി കൂടിയ രോമങ്ങൾ അത് സ്ത്രീകളുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങും. അപ്പോൾ മെയിനായിട്ടും കണ്ടുവരുന്നത് ഇപ്പോൾ താടിയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ 2-3 രോമങ്ങൾ ഇങ്ങനെ വരും. ചിലർക്ക് നന്നായിട്ടുണ്ടാവും. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഈ അപ്പർ ലിപ്പിൻ്റെ മുകളിൽ മീശ ഉള്ള സ്ഥലത്ത് അവിടെയും കുറച്ച് രോമങ്ങൾ ഇങ്ങനെ കട്ടിയുള്ളതായിട്ട് കണ്ടുവരും. അപ്പോൾ ഹിർസ്യൂട്ടിസത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ താടി മീശയൊക്കെ കണ്ടു തുടങ്ങുന്നുള്ളത്. രണ്ടാമത്തത് മുഖക്കുരു അഥവാ ആക്നെ. ടീനേജിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുഖക്കുരു. മെയിൽ ഹോർമോൺസ് ആയ ആൻഡ്രജൻ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ്രജൻ ചെയ്യുന്നത് ശരീരത്തിലെ മുഖത്തിലെ ഒക്കെ സീബം പ്രൊഡക്ഷൻ കൂട്ടും. അത് കൂടുമ്പോൾ അവിടെ ബാക്ടീരിയ ചെന്ന് അടിഞ്ഞുകൂടും. പ്രൊപ്യൂണി ബാക്ടീരിയം എന്ന് പറയുന്നൊരു ബാക്ടീരിയ. അതാണ് പിന്നീട് ഈ വലിയൊരു കുരുവായിട്ട് തടിച്ച് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ PCOSലെ ആക്നിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ വരുമ്പോൾ ഈ ആക്നി ഉണ്ടാവുന്നു. അത് മാറാതെ നിൽക്കും. എത്ര തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും മാറാത്ത ആക്നെ. മുഖക്കുരു ശരിക്കും പറഞ്ഞാൽ PCOSൻ്റെ ലക്ഷണമാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റാണ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റും എടുക്കും. പക്ഷേ എന്ത് ചെയ്താലും ചിലപ്പോൾ ഇത് മാറില്ല. അപ്പോൾ അടിസ്ഥാനമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് PCOS ആയിരിക്കും. രണ്ടാമത്തത്
സാധാരണ മുഖക്കുരുവൊക്കെ മാറുമ്പോൾ ചെറിയ സ്കാറൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ PCOSൽ വരുമ്പോൾ എന്താണ്, ആ മുഖക്കുരു മാറുമ്പോൾ അത് വലിയൊരു സ്കാർ തന്നെ നിങ്ങളുടെ മുഖത്തുണ്ടാക്കും. അപ്പോൾ ഇതെല്ലാവരും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അലോപേഷ്യ അഥവാ മുടി കൊഴിച്ചിൽ. ഈ അലോപേഷ്യയ്ക്കും മെയിൽ ഹോർമോൺ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിന് ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ എന്ന് പറയും. ഈ ആൻഡ്രോജൻ ഹോർമോണിൽ തന്നെ ഒന്നായ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഈ മുടി കൊഴിച്ചിൽ, രോമം കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നത്. ഇത് മൂന്നുമാണ് മെയിനായിട്ടും ഹിർസ്യൂട്ടിസത്തിൽ വരുന്ന ലക്ഷണങ്ങൾ. ഞാൻ ഈ പറഞ്ഞ മെയിനായിട്ടുള്ള 2 ലക്ഷണങ്ങൾക്ക് പുറമേ ചില സിംറ്റംസും കൂടി ശരീരം കാണിക്കാറുണ്ട്. അതിലൊന്നാണ് അക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ, ഈ കഴുത്തിൻ്റെ ബാക്കിൽ, നമ്മുടെ കക്ഷത്തിൽ, അതുപോലെ ഈ ഗ്രോയിൻ ഏരിയയിൽ, അതുപോലെ സ്ത്രീകൾക്ക് ബ്രസ്റ്റിൻ്റെ താഴെ ഒക്കെ ഒരു ഡാർക്കായിട്ട് കളറിൽ ഒരു വെൽവെറ്റി ആയിട്ട് സ്കിന്നിന് ടെക്സ്ചർ മാറും. അത് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. PCOS ഉള്ള സ്ത്രീകളിൽ തൊലിപ്പുറത്ത് വരുന്ന ഒരു ലക്ഷണമാണ് ഈ എക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ PCOSന്റെ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്? കുറച്ച് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും. അത് നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഷോർട്ട് ടേം പ്രശ്നങ്ങളും ലോങ് ടേം പ്രശ്നങ്ങളും. അതിൽ ഷോർട്ട് ടേം പ്രശ്നങ്ങളിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയേണ്ടത്. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ ഈ താടി മീശയൊക്കെ വരുന്നതാണ്, ഹിർസ്യൂട്ടിസം വരുന്നതാണ്. അങ്ങനെ താടി മീശയൊക്കെ വന്നാൽ നിങ്ങളെ ആളുകൾ വെറുതെ വിടുമോ? ഇല്ല, കളിയാക്കൂല്ലേ? അത് ചെറിയൊരു ഇമ്പാക്റ്റ് അല്ല ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. എങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റി വരുന്നതെന്ന് നോക്കാം. സാധാരണ മാസം മുറേണ്ട സമയത്ത് നമ്മുടെ അണ്ഡാശയത്തിൽ നിന്ന് ഒരു ഫോളിക്കിൾ, ഒരു കുഞ്ഞു ഫോളിക്കിൾ വളർന്ന് 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 വന്ന് അണ്ഡമായിട്ട് മാറും. ഓവം എന്ന് പറയും. അതാണ് പൊട്ടി പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ പൊട്ടി പുറത്തേക്ക് വരുന്നതിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയാം. പക്ഷെ PCOS ഉള്ള സ്ത്രീകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഫോളിക്കിൾ വളർന്നു വരുന്നില്ല. ഇവിടെ വളർച്ച അവിടെ മുരടിച്ച് അവിടെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഓവുലേഷൻ സംഭവിക്കുമോ? അതായത് ഓവം പൊട്ടി പുറത്തേക്ക് വരുമോ? ഇല്ല. അണ്ഡം അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നീട് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുമോ? ഇല്ല. അവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് PCOS ഉള്ള സ്ത്രീകൾക്ക് പിന്നീട് പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ട് വരുന്നത്. എല്ലാ സൈക്കിളിലും ഇങ്ങനെ ഓവുലേഷൻ നടക്കാതിരിക്കണമെന്നില്ല. ചിലർക്ക് ചില സൈക്കിളിൽ ഓവുലേഷൻ നടക്കും, PCOS ഉണ്ടെങ്കിലും നടക്കും. അതുകൊണ്ടാണ് ചില PCOS ഉള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആകാനും സാധിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി ലോങ് ടേമിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ഡയബറ്റീസ് ആണ്. PCOS ഉള്ള സ്ത്രീകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞുതരാം. നമ്മുടെ ശരീരം ഇൻസുലിൻ എത്ര തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരീരത്തിലെ അവയവങ്ങളും സെല്ലും ഒന്നും ഈ ഇൻസുലിനോട് പ്രതികരിക്കില്ല. ഇനി ആരാണ് ഇൻസുലിൻ? ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ. PCOS ഉള്ള സ്ത്രീകളുടെ ശരീരത്തിൽ ഇൻസുലിനോട് പ്രതികരിക്കാതിരുന്നാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് പറ്റും? ബ്ലഡ് ഷുഗർ കൂടും, ഡയബറ്റീസ് ഉണ്ടാവും. PCOS ഉള്ള സമയത്തും ബ്ലഡ് ഷുഗർ ഇങ്ങനെ കൂടി നിൽക്കും. അത് പിന്നീട് ഡയബറ്റീസിലേക്ക് നയിക്കും. ഇൻസുലിൻ ഇങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് സ്റ്റോറേജ് ഒക്കെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ പ്രശ്നം വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ബ്ലഡിൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഒക്കെ കാണപ്പെട്ടു തുടങ്ങും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദമൊക്കെ വരും. ഇതിന് പുറമെ ഓവറിയിൽ ക്യാൻസർ വരാൻ ഈ PCOSൽ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ യൂട്രസിൻ്റെ അകത്തുള്ള പാളി, അതായത് എൻഡോമെട്രിയം എന്ന് പറയും, ഈ എൻഡോമെട്രിയത്തിലും ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. മാനസികമായ പ്രശ്നങ്ങളും ലോങ് ടേമിൽ വരും. അതായത് ഇപ്പോൾ കുട്ടികളൊന്നും ഉണ്ടാവാതിരിക്കാതിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഡിപ്രഷൻ ആകും, അതുപോലെ ആങ്സൈറ്റി ഇഷ്യൂസ് വരും. PCOS ഉള്ള ലേഡീസ് ഇനി പ്രഗ്നൻ്റ് ആയി, അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഒന്ന്, അബോർഷൻ സംഭവിച്ചേക്കാം. അതുപോലെ ചിലപ്പോൾ മാസം തികയാതെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായി വന്നേക്കാം. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടാകാം, അതായത് പ്രഗ്നൻസിൻ്റെ സമയത്തും ഡയബറ്റിസ് വരും. അതുപോലെ പ്രഗ്നൻസിൻ്റെ സമയത്തും ഹൈപ്പർ ടെൻഷനും കാണപ്പെടാം. നട്ട്ഷെൽ ഇതൊക്കെയാണ് ലോങ് ടേമിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്. ഇത് ഇത്രത്തോളം ഇതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ പറഞ്ഞത് ഒരിക്കലും നിങ്ങളെ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ലക്ഷണങ്ങൾ ഏറ്റവും മുൻപ് തന്നെ കണ്ടുപിടിക്കേണ്ടത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന ലേഡീസിന് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ ബെൽ ഐക്കൺ. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതി സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.
പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് PCOSൻ്റെ ഡയറ്റിനെ പറ്റിയിട്ടും അതുപോലെ മറ്റ് ചികിത്സയെ പറ്റിയിട്ടൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.